AKG സെന്റർ ആക്രമണ കേസിലെ പ്രധാന പ്രതി സുഹൈൽ ഷാജഹാനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 5 വരെയാണ് കസ്റ്റഡി കാലാവധി. കഴിഞ്ഞ ദിവസം ദില്ലിയിലാണ് ഇയാൾ പിടിയിലായത്. ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയത് സുഹൈൽ ഷാജഹാനാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. AKG സെന്ററിൽ ഉൾപ്പെടെ എത്തിച്ചു ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. AKG സെന്ററിൽ സ്ഫോടക വസ്തുവെറിയാൻ നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വെച്ച് പിടികൂടിയത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം 5 വരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. 5-ന് വൈകുന്നേരം 4 മണിക്ക് കോടതിയിൽ ഹാജരാക്കാനും ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുഹൈൽ ഷാജഹാനെ AKG സെന്ററിൽ ഉൾപ്പെടെ എത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. 1-ാം പ്രതി ജിതിൻ, 3-ാം പ്രതി നവ്യ എന്നിവരെ നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് സുഹൈൽ ഷാജഹാനും 4-ാം പ്രതിയും സഹായിയുമായ സുധീഷും വിദേശത്തേക്ക് കടന്നത്. അക്രമത്തിന്റെ ഉത്തരവാദിത്തം CPM-ന് മേൽ കെട്ടിവെക്കാൻ കോൺഗ്രസും ചില മാധ്യമങ്ങളും നീക്കം നടത്തുകയും ചെയ്തിരുന്നു. സുഹൈലിനെ പിടികൂടാനായതോടെ ഇയാളുടെ ഡ്രൈവറായിരുന്ന സുധീഷിനെയും പിടികൂടാനാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 2 വർഷത്തോളമായി ഒളിവിലായിരുന്ന സുഹൈൽ ആദ്യം രക്ഷപ്പെട്ടത് ദുബായിലേക്കാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. അവിടെ നിന്നും ഭാര്യയ്ക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.